ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മേ, ഞാൻ കാരണം അമ്മ ഭക്ഷണം കഴിക്കാതിരിക്കണ്ട. അമ്മ വാ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്റെ ഇഷ്ടത്തിന് നീ സമ്മതിച്ചു എന്നാണോ? അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിച്ച് തീരുമാനിക്കാമേ. പിന്നീടൊരാലോചന ഇതിലില്ല. ഞാൻ ആലോചിച്ച് തന്നെയാ തീരുമാനിച്ചത്. ഭക്ഷണം കഴിക്കാതെ അമ്മയുടെ ആരോഗ്യം ക്ഷയിക്കും എന്ന ആശങ്കയുള്ള മക്കള് അമ്മ പറയുന്നത് അനുസരിക്കുകയും അമ്മയുടെ ഇഷ്ടത്തിന് നിൽക്കുകയും വേണം. അമ്മയാണ് വലുതെന്ന് പറഞ്ഞാ പോരാ, ഓരോ വാക്കിലും പ്രവൃത്തിയിലും അത് കാണുകയും വേണം. അവള് എന്നെ ചതിച്ചു എന്നറിഞ്ഞ നിമിഷം തന്നെ അവളെ കൊന്നു വല്ല പുഴയിലോ കടലിലോ എറിയേണ്ടതായിരുന്നു. അത് ചെയ്യാത്തതിന്റെ കുറ്റബോധ വിശപ്പിനേക്കാൾ ഇപ്പൊ എനിക്കുള്ളത്. അതുകൊണ്ട് ഞാൻ കഴിച്ചതും കഴിക്കാത്തതും നീ ഒന്നും അറിയണ്ട. ആ പേരും കള്ളിയാണോ അമ്മയാണോ വലുതെന്ന് ഇവൻ തീരുമാനിക്കട്ടെ. എന്നിട്ടാവാം ബാക്കി. മറുപടി പറയാനില്ലെങ്കിൽ രണ്ടുപേർക്കും പോവാം. എന്താ ഇനി അതും അനുസരിക്കില്ലേ? അമ്മേ, ഞാൻ ഐശ്വര്യയെ വല്ലാതെ സ്നേഹിച്ചു പോയി. പെട്ടെന്ന് മറക്കാൻ പറഞ്ഞ ഞാൻ എന്ത് ചെയ്യാനാ? നീ പെട്ടെന്ന് മറക്കണ്ട. മരിക്കും വരെ ഓർമ്മിച്ചുകൊണ്ട് നടന്നു. നീ അവളുടെ ഓർമ്മകളിൽ ജീവിക്കുമ്പോ ആദ്യം നിനക്ക് ഓർമ്മ വരേണ്ടത് അവള് നിന്നെ ചതിച്ചതാവണം, പറഞ്ഞു പറ്റിച്ചതാവണം. അതിങ്ങനെ നീറി നീറി കിടക്കണം നിന്റെ ഉള്ളില്. ആ വാശിയില് നീ ജീവിക്കേ. പ്രേമം തോൽക്കുന്നിടത്ത് വാശി ജയിക്കും. ജയിക്കണം. പോ, പോയി ആലോചിച്ച് തീരുമാനിക്ക്. അമ്മ വേണോ അതോ ഭൂലോക തരികിടയായ കാമുകി വേണോന്ന്. പിന്നെ ചേട്ടന്റെ വക്കാലത്ത് പറയാൻ വരുന്ന അനിയന് ഇതുപോലൊരു സാഹചര്യമുണ്ടായ വെട്ടി നുറുക്കും ഞാൻ. ഒരു തരത്തിലുള്ള കോംപ്രമൈസും അർജുന്റെ കാര്യത്തിൽ ഇല്ല. ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ നീ അനസൂയയുടെ കഴുത്തിൽ താലി കെട്ടും. അല്ലെങ്കിൽ നീ എന്നെ കൊല്ലേണ്ടി വരും.